ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി കീഴാറൂർ കടവിൽ 3 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കാട്ടാക്കട MLA അഡ്വക്കേറ്റ് IB സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റഗ്രേറ്റഡ് ഫിഷറി റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ ഇൻലാൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം 2025-26 പദ്ധതിയുടെ ഭാഗമായാണ് നെയ്യാർ നദിയുടെ സംരക്ഷണാർത്ഥം നെയ്യാർ നദിയിലും അനുബന്ധ കായൽ പ്രദേശത്തും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഉൾനാടൻ ജലവിഭവ സംരക്ഷണം, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള മത്സ്യലഭ്യത ഉറപ്പുവരുത്തുക, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത്. മത്സ്യസമ്പത്ത് പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി നെയ്യാറിലെ 8 കടവകളിലാണ് മത്സ്യച്ചെമ്മീൻ ഇനത്തിൽപ്പെട്ട വിത്തുകൾ നിക്ഷേപിച്ചത്. പഞ്ചായത്ത് മെമ്പർമാർ, സംഘടനാ നേതാക്കൾ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. നമുക്കൊക്കെ അറിയാം, ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി 106 കുളങ്ങളിൽ നമ്മൾ മത്സ്യകൃഷി നടത്തി. ആ മത്സ്യകൃഷി നടത്തിയപ്പോൾ ലഭിച്ച ഒരു പാഠം, നമ്മുടെ കുളങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കും. അതിനേക്കാൾ പ്രധാനം നമ്മുടെ എല്ലാം അടുക്കളയിൽ വേവുന്ന മീൻ വിഷം കലർന്നതാണ് പലപ്പോഴും. അത് വിഷം കലരാത്ത നമ്മുടെ കൺമുന്നിൽ വളരുന്ന മീൻ നമുക്ക് കഴിക്കാനുള്ള ഇടവരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ കലർന്ന മീനാണ് നമ്മുടെ നാട്ടിൻപുറത്തെ ജലാശയങ്ങളിൽ വളരുന്ന മീൻ. അത് നോട്ടത്തോടെ അത് നിക്ഷേപിക്കാൻ പോകുന്നതാണ്.